നമസ്കാരം. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഏറ്റവും പുതിയ ലക്കത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വാതന്ത്ര്യത്തിനു വേണ്ടി, ജലത്തിനു വേണ്ടി, പരിസ്ഥിതിക്കു വേണ്ടി, മാറുമറക്കുന്നതിനു വേണ്ടി, ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിനു വേണ്ടി, ജനിച്ച മണ്ണിൽ മനുഷ്യനായി ജീവിക്കുന്നതിനു വേണ്ടി അങ്ങനെ നിരവധി സമരങ്ങൾക്ക് കേരളം സാക്ഷിയായിട്ടുണ്ട്. കഴിഞ്ഞ ലോക തൊഴിലാളി ദിനത്തിലും ഒരു അപൂർവ സമരത്തിന് കോഴിക്കോട് നഗരം സാക്ഷിയായി. ആരായിരുന്നു ആ സമരത്തിനു പിന്നിൽ? എന്തായിരുന്നു അവരുടെ ആവശ്യങ്ങൾ? നമ്മുടെ മുഖ്യധാര തൊഴിലാളി പ്രസ്ഥാനങ്ങൾ കാണാതെ പോയ ടെക്സ്റ്റൈൽസ് മേഖലയിലെ തൊഴിലാളികളായിരുന്നു ഇരിക്കാനുള്ള അവകാശത്തിനു വേണ്ടി അന്ന് തെരുവിലിറങ്ങിയത്. ടെക്സ്റ്റൈൽസ് മേഖലയിലെ ഉൾപ്പെടെ അസംഘടിത മേഖലയിലെ തൊഴിൽ ചൂഷണവും തൊഴിലാളി പ്രശ്നങ്ങളും സ്പെഷ്യൽ കറസ്പോണ്ടന്റ് പരിശോധിക്കുന്നു. ഒരേ യൂണിഫോമിട്ട് നിരനിരയായി പോകുന്ന ഇത്തരം തൊഴിലാളികൾ നമ്മുടെ നിരത്തുകളിലെ നിത്യകാഴ്ചയായിട്ട് ഏകദേശം 10 വർഷങ്ങളോളമാകുന്നു. നഗരവൽക്കരണം ശരവേഗത്തിൽ മുന്നേറുകയും നമ്മുടെ പീടികകൾ ഷോപ്പിംഗ് മാളുകളും വൻകിട കച്ചവട സമുച്ചയങ്ങളുമായി പരിണമിച്ചതോടെയായിരുന്നു ഇതൊരു സ്ഥിരം കാഴ്ചയായത്. കമ്പോളവൽക്കരണത്തിന്റെ ഭാഗമായി നമ്മളിലേക്ക് വന്നണഞ്ഞ പുതിയ ഉപഭോഗശീലത്തിനനുസരിച്ച് അഭിരുചികൾ തിരിച്ചറിഞ്ഞ് നമ്മെ വരവേൽക്കാനായി ഇങ്ങനെയൊരു തൊഴിലാളി സമൂഹം രൂപപ്പെട്ടു വന്നു. മുമ്പ് പുരുഷന്മാരായിരുന്നു ഈ രംഗത്ത് സജീവമായിരുന്നതെങ്കിൽ വളരെ പെട്ടെന്നു തന്നെ അവർ ഈ തൊഴിലുപേക്ഷിച്ച് മറ്റു തൊഴിലിടങ്ങൾ തേടി. വസ്ത്രവിപണന രംഗത്തെ മോശം വേതന വ്യവസ്ഥയായിരുന്നു അതിനു പ്രധാന കാരണം. കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള ദിവസക്കൂലി കൂടുതൽ കിട്ടുന്ന തൊഴിലുകൾ പുരുഷന്മാർ സ്വീകരിച്ചു. ടെക്സ്റ്റൈൽസ് മേഖലയിൽ ഇതോടെ രൂപപ്പെട്ട തൊഴിലാളിക്ഷാമം പരിഹരിക്കപ്പെട്ടത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകളിലെ സ്ത്രീകളെ ജോലിക്കിറക്കിയായിരുന്നു. അങ്ങനെ പഠനം പാതിവഴിയിൽ മുടങ്ങിയവരും ഉന്നത ജോലികൾക്ക് അർഹത നേടാത്തവരും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരുമൊക്കെ ഈ തൊഴിലിലേക്ക് ആകൃഷ്ടരായി. രാവിലെ 9:30 മണി മുതൽ വൈകുന്നേരം 8:30 മണി 9 മണി വരെ പണിയെടുത്താൽ ഇവർക്ക് കിട്ടുന്നത് 180 രൂപയാണ് ആൺതൊഴിലാളികൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവർക്ക് നേരെ മറിച്ച് അന്ന് മാർബിളിൻ്റെ പണിക്കും മറ്റു പോയി കഴിഞ്ഞാൽ ആ സമയത്ത് 2006, 2007 സമയങ്ങളിൽ തന്നെ 350-400 രൂപ രാവിലെ 8 മണിക്ക് ജോലി കഴിഞ്ഞാൽ 3 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ച് ജോലി ചെയ്ത് വീട്ടിലേക്ക് വരും ചെയ്യാം. എന്നാൽ 300 രൂപ 350 രൂപ അന്നുണ്ട്. 400 രൂപേൻ്റെ എന്തായാലും ഉണ്ട് അന്ന്. അപ്പോൾ ഈ 180 രൂപയ്ക്ക് ഇവർ രാവിലെ 9:30-ക്ക് ഷോപ്പിൽ 9:30 മണി 10 മണിക്ക് ഷോപ്പിൽ വന്നാൽ വൈകുന്നേരം പോണത് അതേപോലെ 9:30-10 മണിക്കാണ് തിരിച്ചു പോകുന്നത്. കിട്ടുന്ന പൈസ 180 അപ്പോൾ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവരെ പുറത്തുള്ള ചിലവുകളും വീട്ടിലെ ചിലവും ഒക്കെ കൂടി പ്രശ്നമായിട്ട് അവർ പിന്നെ ഈ ജോലിയിൽ നിന്ന് മാറുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇന്നലെ വരെ ഉണ്ടായ ദിനേശനെടുപ്പോയി, ഇന്നലെ വരെ ഉണ്ടായ ഹമീദ് എടുപ്പോയി ചോദിക്കുമ്പം അവരൊക്കെ മാർബിളിൻ്റെ പണിക്കൊക്കെ പോയിട്ടിരുന്നു പറഞ്ഞു മറ്റ് പണിക്ക്. അപ്പോൾ പിന്നെ അവിടെ കാണുന്നത് ലീലേനെയും ഗീതേനെയും പ്രമീളനെയൊക്കെയാണ്. ഇരിക്കൽ സമരത്തിന് വർഷങ്ങൾക്ക് മുമ്പ് 2008-ൽ മറ്റൊരു അപൂർവ സമരത്തിന് ഈ തൊഴിലാളികൾ രൂപം നൽകിയിരുന്നു. മൂത്രമൊഴിക്കാനുള്ള ഇടത്തിനും സമയത്തിനും വേണ്ടിയായിരുന്നു ആ സമരം. അങ്ങനെ കേരളത്തിലെ വസ്ത്രവ്യാപാര രംഗത്തെ ഒരുപറ്റം അസംഘടിത തൊഴിലാളികൾ കൂടണഞ്ഞു. 2008 ആയപ്പോഴേക്കും വൻകിട ഷോപ്പിംഗ് മാളുകൾ ഒഴിച്ച് മറ്റിടങ്ങളിൽ നിന്നെല്ലാം പുരുഷ തൊഴിലാളികൾ വഴിമാറിപ്പോവുകയും അവിടങ്ങളിലെല്ലാം സ്ത്രീ തൊഴിലാളികളുടെ സാന്നിധ്യം 10 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്തു. ഇതോടെ പുതിയ പ്രശ്നങ്ങളും തലപൊക്കി. മണിക്കൂറുകളോളം ഒരേ നിൽപ്പിൽ ജോലി, മൂത്രമൊഴിക്കാൻ പോലും ഇടമില്ലാത്ത കെട്ടിടങ്ങളിൽ സ്ത്രീ തൊഴിലാളികൾ അനുഭവിച്ച ദുരിതങ്ങൾ പ്രതിഷേധ സ്വരങ്ങളായി പുറത്തുവന്നു. പറയുമ്പം മൂത്രമൊഴിക്കാൻ പോകാണ്ട് എന്ന് പറയുമ്പോൾ അതിനൊരു സെക്സിനോട് കൂട്ടിക്കൊഴിച്ച് പറയുന്നൊരവസ്ഥയാണ് അവരുടെ. അപ്പോൾ നിനക്ക് ഓസിട്ടാൽ പോരെ, അല്ലെങ്കിൽ ഒരു കവറ് കെട്ടി തൂക്കിയാൽ പോരെ, ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റ് കാരണം ഇവരിത് സഹിച്ചിട്ട് വീട്ടിൽ പോയി നിറവേറ്റുക. പക്ഷെ ഞങ്ങൾക്കത് പിന്നെ സമരമാക്കി മാറ്റേണ്ടി വന്ന്. സമരമാക്കി മാറ്റിയപ്പോഴാണ് വ്യാപാരി വ്യവസായിൻ്റെ പ്രസിഡൻറ്റ് നസ്രുദ്ദീൻ പറയണത്, ഇങ്ങനെ മൂത്രമൊഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വീട്ടിലിരുന്നോട്ടെ, അല്ലാതെ മിഠായി തെരുവിലെ കടകളൊക്കെ പൊളിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ മൂത്രപ്പുര ആക്കി തരാം,
ഇങ്ങനെയുള്ള കമൻ്റാണ് ആ ഭാഗത്തുനിന്നുണ്ടായത്. മൂത്രമൊഴിക്കാനുള്ള അവകാശം സ്ഥാപിച്ചെടുക്കുന്നതിനായി നടന്ന ആ സമരം ഭാഗിക വിജയം കണ്ടു. മൂത്രപ്പുര സൗകര്യത്തോടുകൂടിയ കെട്ടിടങ്ങൾ ചിലയിടങ്ങളിലെങ്കിലും പണിതീർക്കപ്പെട്ടു. എങ്കിലും ചില മുതലാളിമാർ സ്ത്രീകളോട് മാനുഷിക പരിഗണന കാണിക്കുന്നതിൽ വിമുഖത കാട്ടി. രാവിലെ 9:30 മണിക്ക് ജോലിക്ക് വന്നാൽ തിരിച്ച് 7 മണിക്ക് 8 മണിക്ക് ജോലിയിൽ നിന്ന് എപ്പോൾ വരെ പറഞ്ഞു വിടുന്നോ അന്നേരം വീട്ടിലേക്ക് ഓടിയിട്ട് ഇത്തരം കർമ്മങ്ങൾ നിറവേറ്റുന്നത്. അപ്പോൾ പലരും അത് പറഞ്ഞ് കരയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നമുക്ക് പറഞ്ഞുകൂടെ മുതലാളിമാരോട്? ഞാനൊക്കെ ആര്യഭവനിലും പിന്നെ വസന്തഭവനിലും പിന്നെ ഉള്ള ഹോട്ടലുകളെ ആശ്രയിച്ച് ഞാനും അങ്ങ് ചുരിദാറൊക്കെ കൊണ്ടുപോയി വിൽക്കുന്ന സമയമായിരുന്നു. 9 മണിക്ക് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന സ്ഥാപനങ്ങളിലെ ടോയ്ലറ്റുകൾ 10:30 മണിക്കു ശേഷം മാത്രമേ തുറക്കൂ എന്ന വാശിയിലും ചിലർ നിന്നു. 9:30 മണിക്ക് ഇവിടെ ഹാജരായിക്കൊള്ളണം. വരുന്ന വൈക്കേക്കും സ്ത്രീകളെ സംബന്ധിച്ച് ഒരു പിന്നെ 35-40 വയസ്സായി കഴിഞ്ഞാൽ പീരീഡ്സ് സമയം നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ബസ്സെന്നൊക്കെയായിരിക്കും പീരീഡ്സ് ആവുക. ഇവർക്ക് വന്നാൽ നേരെ പോയിട്ട് ഫ്രഷ് ആവണ്ടേ, ബാത്റൂം പോയിട്ട് ടോയ്ലറ്റ് പോയിട്ട് ഫ്രഷ് ആവണ്ടേ. 10:30 മണിക്കേ ടോയ്ലറ്റ് തുറക്കുകയുള്ളൂ. അതുവരെ ഇവർ സഹിച്ചിവിടെ നിന്നോളണം. നഗരത്തിന് എവിടെ നിന്നാണ് ഇത്രയധികം തൊഴിലാളികളെ ലഭിക്കുന്നത്? ചൂഷണം കലയാക്കിയ മുതലാളിമാർക്കു കീഴിൽ ജോലി തുടരാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? ഇവരുടെ കുടുംബ പശ്ചാത്തലം എന്താണ്? നഗരത്തിലെ ഷോപ്പിംഗ് മാളുകളിലും വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലുമൊക്കെ സെയിൽസ് ഗേളായി ജോലിക്ക് നിൽക്കുന്നവരിൽ ഭൂരിഭാഗവും എത്തുന്നത് ഉൾപ്രദേശങ്ങളിൽ നിന്നാണ്. രാവിലെ 6 മണിക്കെങ്കിലും യാത്ര തുടങ്ങുന്ന ഇവർ നഗരത്തിലെത്തുന്നത് നീണ്ട യാത്രയ്ക്കൊടുവിലായിരിക്കും. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ പ്രവേശിച്ചാലുടൻ കയ്യിലുള്ള ബാഗ് പ്രത്യേക മുറിയിൽ സൂക്ഷിച്ച് വിവിധ സെക്ഷനുകളിലേക്ക് നീങ്ങും. ഇതോടെ വ്യാപാര സ്ഥാപനത്തിലെ നിരീക്ഷണ ക്യാമറകളുടെ കണ്ണ് സദാസമയം ഇവരുടെ നേരെയാകും. മോഷണം കണ്ടുപിടിക്കാനും തടയാനുമെന്ന വ്യാജേന സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ക്യാമറകൾ വാസ്തവത്തിൽ ഇവർക്കൊരു കെണിയാണ്. നീണ്ട നേരത്തെ ഒരേ നിൽപ്പ് തരുന്ന ശാരീരിക തളർച്ചയിൽ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നു പോയാൽ ഫ്ലോർ മാനേജർ ശകാരവർഷവുമായി രംഗത്തുവരും. പിന്നീട് തൊഴിൽ പീഡനത്തിന്റെ മറ്റൊരു മേഖലയാകും തൊഴിലാളിക്ക് തുറന്നു കിട്ടുക. വലിയ വലിയ ഷോപ്പുകളിൽ തന്നെ ഇവർ അഥവാ ഒന്ന് ഊര വളച്ച് തുണി നിലത്തിട്ടൊന്ന് ഊര വളക്കുകയാണെങ്കിൽ അത് ക്യാമറയെ കണ്ടുകയറ്റിയ മുതലാളി ഗൾഫിലാണെങ്കിൽ അവിടുന്ന് ഫ്ലോർ മാനേജറെ വിളിച്ചിട്ട് പറയുക ചെയ്യുക. എന്നിട്ട് വലിയ തിരക്കുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ മടക്കിയൊക്കെയുള്ള സംഭവത്തിലൊക്കെ ഉൾപ്പെടുത്തുക. ഫുൾ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ഒരു ഇത്തിരി അരമണിക്കൂർ ഒരു റെസ്റ്റ് പോലില്ല. സമൂഹത്തിൽ താഴെത്തട്ടിൽ കഴിയുന്നവരാണ് ഈ രംഗത്ത് തൊഴിൽ ചെയ്യാനെത്തുന്നവരിൽ ഭൂരിഭാഗവും. വാടക വീടുകളിൽ കഴിയുന്നവരോ നിത്യവൃത്തിക്ക് കുടുംബത്തിലെ ഒരംഗത്തിന്റെ വരുമാനം തികയാതെ വരുന്നവരോ ഒക്കെയാണ് എന്തെങ്കിലും ഒരു വരുമാനം എന്ന നിലയിൽ ഈ ജോലിയെ ആശ്രയിക്കുന്നത്. മിക്ക വീട്ടുകാരും വാടകക്കാരായിരിക്കും, വാടക വീടായിരിക്കും. അപ്പോൾ ഇവരെ ഒരു പുരുഷൻ അധ്വാനിച്ചാൽ മാത്രം ഒരു കുടുംബം കഴിയില്ല. ഇതിൽ സ്ത്രീ തൊഴിലാളികൾ ഇവർ സ്ത്രീകളും തൊഴിലിന് ഇറങ്ങിയത് കൊണ്ടാണ് ആ വാടക നികത്താൻ പറ്റുന്നത്. ഇലക്ട്രിസിറ്റി ബില്ല്, വാടക, വെള്ളത്തിൻ്റെ പൈസ, എന്തിനാണ് നമ്മൾ പൈസ കൊടുക്കാണ്ടിരിക്കണ്ട്? കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ പ്രശ്നം, ഇതൊക്കെ കൂടി ഒരു ഭർത്താവ് പോയി പണിയെടുത്തുകൊണ്ട് മാത്രം നടക്കൂല. അപ്പം ഭർത്താക്കന്മാർ പറയുന്നു ഞങ്ങളെ പോരായ്മയാണ് ഇവർ ഇത്രയും ത്യാഗം സഹിക്കേണ്ടി വരുന്നത്. അപ്പം ഞാൻ പോരായ്മയല്ല, കാരണം നിവൃത്തിയില്ല. ഇവിടുത്തെ വിലക്കയറ്റവും കാരണമൊക്കെ നമുക്ക് ഇറങ്ങേണ്ടി വരും സ്ത്രീകൾ. അസംഘടിത മേഖലയിൽ സ്ത്രീ തൊഴിലാളികളുടെ ബാഹുല്യം കാണാം. സ്ത്രീകളാകുമ്പോൾ സംഘടിക്കുകയോ അവകാശങ്ങൾ ചോദിക്കുകയോ ചെയ്യില്ലെന്ന മുൻവിധി തൊഴിലുടമയ്ക്കുണ്ട്. പുരുഷ തൊഴിലാളികളെപ്പോലെ ചായ കുടിക്കാനെന്നും സിഗരറ്റ് പുകയ്ക്കാനെന്നും പറഞ്ഞ് ഇടയ്ക്കിടെ പുറത്തുപോയി തൊഴിൽ സമയം നഷ്ടപ്പെടുത്തുമെന്ന ഭയവും വേണ്ട. ഉള്ള സമയം അത് 10 മണിക്കൂറായാലും 12 മണിക്കൂർ പിന്നിട്ടാലും സ്ത്രീകളിങ്ങനെ ഒരേ നിൽപ്പു നിന്നോളും. സ്പെഷ്യൽ കറസ്പോണ്ടന്റിൽ ഒരു ഇടവേളയാണ്, തിരിച്ചെത്താം. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് മണിക്കൂറുകളോളമുള്ള നീണ്ട നിൽപ്പും മൂത്രമൊഴിക്കൽ മാറ്റിവെക്കുന്നത് കാരണവും ഈ സ്ത്രീകൾക്ക് മിച്ചം ലഭിക്കുന്നത്. ആർത്തവ നാളുകളിലെ കടുത്ത ശാരീരിക അസ്വസ്ഥതകൾ മാറ്റിവെച്ചും ജോലി തുടരുകയല്ലാതെ ഇവർക്ക് വേറെ നിവൃത്തിയില്ല. ആർത്തവ നാളുകളിലെ ശാരീരിക അസ്വസ്ഥതകൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിവരണാതീതമാണ്. ദീർഘദൂരം യാത്ര ചെയ്ത് ജോലി ചെയ്യാനെത്തുന്ന സ്ത്രീകൾ ആർത്തവ നാളുകളിൽ അനുഭവിക്കുന്ന വേദനയും പറഞ്ഞറിയിക്കാനാവാത്തത്. സാനിറ്ററി പാഡുകൾ മാറാൻ പോലും മിക്കയിടങ്ങളിലും സൗകര്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ നഗരത്തിലെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി ഇക്കാര്യങ്ങൾ നിർവഹിക്കണം.
മൂത്രമൊഴിക്കാനെന്ന് പറഞ്ഞു ചെന്നാൽ ഹോട്ടലുടമകൾ അനുവാദം തരില്ല. കയ്യിൽ നിന്നും 10 രൂപയെങ്കിലും ചിലവിട്ട് ഒരു ചായ കുടിച്ചാൽ മാത്രമേ ഹോട്ടലിലെ ടോയ്ലറ്റ് സൗകര്യം പ്രയോജനപ്പെടുത്താനാവൂ എന്നതാണ് വസ്തുത. ഇന്നും തൊഴിലാളികൾക്ക് മൂത്രമൊഴിക്കുക എന്ന സാധനം ഞങ്ങൾ അവകാശമാണെന്നുള്ള ലെവലിൽ അവർ പുറത്തേക്ക് ഇറങ്ങി ഇത്തരം കർമ്മങ്ങൾ നിറവേറ്റാതുള്ളത്. കാരണം പിന്നെ സ്ത്രീ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ പീരീഡ് സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടാണ്. അവർക്ക് കിട്ടുന്ന ഈ നക്കാപ്പച്ച പൈസ എന്ന് വേണം ഹോട്ടലിൽ ചോറിനോ ചായക്കോ പൈസ കൊടുത്ത് ഇത്തരം കർമ്മങ്ങൾ ചെയ്യാൻ. ഇന്നും നമ്മൾക്ക് ആ ലെവലിൽ നമ്മളെ കോഴിക്കോട് കോർപ്പറേഷനോ സർക്കാരോ ഇതിൻ്റെ മേലെ ഇന്നും ബിൽഡിംഗ് ഓണേഴ്സിനെ പോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക എന്നല്ലാതെ തൊഴിലാളികൾക്ക് വേണ്ടി അതത് ബിൽഡിങ്ങുകൾ ടോയ്ലറ്റ് ഉണ്ടായിരിക്കണം എന്ന് അന്ന് ഞങ്ങളെ കൂടെ സ്ക്വാഡായി വന്ന ഹെൽത്ത് ഇൻസ്പെക്ടറോ ബിൽഡിംഗ് ഇൻസ്പെക്ടറോ കോർപ്പറേഷൻ അധികാരികളോ ഒന്നും തന്നെ പിന്നീട് അതിനെ ഫോളോ ചെയ്യുകയോ അത് പ്രായോഗികമാക്കുകയോ ചെയ്തിട്ടില്ല. ഉപഭോക്താവിന് മുന്നിൽ വർണ്ണവസ്ത്രങ്ങൾ പുഞ്ചിരിയോടെ നിരത്തിവെക്കുമ്പോൾ എല്ലാ വേദനകളും തൽക്കാലത്തേക്ക് ഇവർ മറന്നുകളയും. കടകളിലെ ഷെൽഫിലെ വസ്ത്രങ്ങൾ അത്രയും പറഞ്ഞു നിരത്തി ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്ത് ഉപഭോക്താവ് സ്ഥലം വിടും. തങ്ങൾക്ക് മുന്നിൽ കുമിഞ്ഞുകൂടിയ വസ്ത്രങ്ങളുടെ വലിയൊരു കുന്ന് മടക്കി തിരികെ ഷെൽഫിൽ വെക്കുന്ന പ്രവൃത്തിയിൽ സെയിൽസ് ഗേൾ മുഴുകും. അതൊരുവിധം അടുക്കി വരുമ്പോഴേക്കും അടുത്ത ഉപഭോക്താവ് എത്തും. പഴയതെല്ലാം ആവർത്തിക്കും. ഇതിനിടയിൽ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കും. ഒന്നിരിക്കാൻ ഒരിടം തിരഞ്ഞാൽ ഒരു സ്റ്റൂള് പോലുമുണ്ടാവില്ല ഇത്തരം കടകളിൽ. ടെക്സ്റ്റൈൽസ് മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിലെന്നാൽ അത് ഇരുന്നു ചെയ്യേണ്ട തൊഴിലേ അല്ലെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വാദം. ഇരുന്നു ചെയ്യേണ്ട തൊഴിൽ വേണമെങ്കിൽ വേറെ വല്ല പണിക്കും പോണമത്രേ. ടെക്സ്റ്റൈൽസ് തൊഴിലാളികളുടെ ഇരിക്കാൻ വേണ്ടിയുള്ള അവകാശ സമരത്തെ അവഗണിക്കുകയാണ് തൊഴിലുടമകൾ. സമരം അനാവശ്യമാണെന്നും ഇരുന്നു ചെയ്യേണ്ട ജോലിയല്ല ഈ മേഖലയിൽ ഉള്ളതെന്നും ഇവർ പറയുന്നു. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചിലർ പെരുപ്പിച്ചു കാട്ടുകയാണ്. സ്ത്രീക്കും പുരുഷനും തുല്യവേതനം ലഭിക്കുമ്പോൾ ജോലിയിലും തുല്യത വേണമെന്ന് ഇവർ വാദിക്കുന്നു. കസ്റ്റമർ നിൽക്കുമ്പോൾ സെയിൽസ്മാൻ ഇരുന്നാൽ ആളുകൾ പുച്ഛിക്കും. അപ്പോൾ സെയിൽസ്മാൻ്റെ തൊഴിൽ ഇരിക്കാൻ നിൽക്കലാണ്. അപ്പോൾ കച്ചവടം ഇല്ലാത്ത സമയത്ത് ഒരു ഭാഗത്ത് ഇരിക്കുന്നതിന് വലിയ വിരോധമൊന്നുമില്ല. അല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പീടികയിലേക്ക് വന്നിട്ട് കാര്യമില്ല. ഇരിക്കലാണ് ലക്ഷ്യമെങ്കിൽ, തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ പീടികയിൽ വരുമ്പോൾ ആ തോതിൽ വരണം. അല്ല ഇരിക്കലാണ് ലക്ഷ്യമെങ്കിൽ നിങ്ങൾ വേറെ പണിക്ക് വേണം. ജോലി സമയത്ത് ഇരിക്കാനല്ല അവർ ആവശ്യപ്പെടുന്നത്. 8 മണിക്കൂർ ജോലിയാണ്. 4 മണിക്കൂർ ജോലി, 1 മണിക്കൂർ വിശ്രമം, പിന്നെ 4 മണിക്കൂർ ജോലി, 1 മണിക്കൂർ, അങ്ങനെ 10.5 മണിക്കൂറാണ്. അതിൽ 2.5 മണിക്കൂർ ഇവർക്ക് വിശ്രമിക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇതൊന്നുമില്ല. ഇതൊക്കെ തന്നെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുക എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ. ഇത് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലല്ലോ. ഇരിക്കരുത് എന്ന അലിഖിത നിയമം വർഷങ്ങളായി നന്നായി നടപ്പിലാക്കുകയാണ് ന്യായീകരണങ്ങൾ നിരത്തി തൊഴിലുടമകൾ. നഗരത്തിലെ പേരെടുത്ത വെഡ്ഡിംഗ് സെന്ററുകളിലെല്ലാം കാണാം മണിക്കൂറുകളോളം ഒരേ നിൽപ്പ് തുടരുന്ന തൊഴിലാളികളെ. അറിയാതെ പോലും ഒന്ന് ചാരി നിന്നു പോകരുതെന്ന് കരുതി കടയുടെ ഉൾവശം രൂപകൽപ്പന ചെയ്യുന്നവരാണ് മുതലാളിമാർ. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ പരിവേദനങ്ങളില്ലാതെ ഒരേ നിൽപ്പ് നിൽക്കുന്നവരെയാണ് മുതലാളിമാർക്കിഷ്ടം. തൊഴിലാളിക്ക് അവസാനം മിച്ചം കിട്ടുന്നത് വിട്ടുമാറാത്ത നടുവേദനയും കാലുവേദനയും മാത്രം. ചില ഭർത്താക്കന്മാരൊക്കെ നമ്മളോടൊക്കെ വിളിച്ചിട്ട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാര്യേൻ്റെ കാലിൻ്റെ ഞരമ്പ് കറുത്ത് കിടക്കിടുന്നൊക്കെ പറഞ്ഞിട്ട്. വെരിക്കോസ് പോലുള്ള സംഭവങ്ങൾ വന്നിട്ട് വെരിക്കോസൊക്കെ ആയിട്ട് ആൾക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പം ഇന്നലെയും മനിയാന്നൊക്കെ ആയിട്ട് പോന്നിട്ടേ ഉള്ളൂ. കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ തൊഴിൽ സമയത്തെക്കുറിച്ച് കൃത്യമായ നിർവചനമുണ്ട്. കൃത്യമായ ഇടവേളകളിൽ ലേബർ ഓഫീസർമാർ കടകൾ സന്ദർശിക്കണമെന്നും നിയമം അനുശാസിക്കുന്നു. തൊഴിൽ ക്ഷേമത്തിനും തൊഴിലുടമ തൊഴിലാളി ബന്ധം ദൃഢമാക്കുന്നതിനും എന്തെല്ലാം കാര്യങ്ങളാണോ നിയമത്തിലുള്ളത് അതിൻ്റെയെല്ലാം വിപരീതമാണ് നടപ്പിലാകുന്നതെന്നു മാത്രം. തൊഴിലാളികളുടെ ക്ഷേമത്തിനായി സംസ്ഥാനത്ത് നിലവിലുള്ള നിയമമാണ് കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. ഇതിൽ തൊഴിൽ സമയത്തെക്കുറിച്ചും തൊഴിലാളികളുടെ അവകാശത്തെക്കുറിച്ചും പറയുന്നതിങ്ങനെ: തൊഴിൽ സമയം ദിവസവും 8 മണിക്കൂർ. ആകെ തൊഴിൽ സമയം ആഴ്ചയിൽ 48 മണിക്കൂർ. ആഴ്ചയിലെ ഒരു ദിവസത്തെ അവധി ഒഴിച്ച് 6 ദിവസം 8 മണിക്കൂർ വീതം. ഓവർ ടൈം അടക്കം 10 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിക്കരുത്. 8 മണിക്കൂറിലധികം ജോലി ചെയ്താൽ ചെയ്യുന്ന ജോലിക്ക് വേതനത്തിന്റെ ഇരട്ടി ശമ്പളം നൽകണം. ആഴ്ചയിൽ ഒരു ദിവസം അവധി നൽകണം. ആഴ്ചയിൽ ഒരു ദിവസം അടച്ചിടാത്ത കടകൾക്കെതിരെ നടപടി. സ്ത്രീ തൊഴിലാളികളെ 8 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുന്നെങ്കിൽ മുൻകൂർ അനുമതി വാങ്ങണം. സ്ഥാപനത്തിൽ 1 വർഷം പൂർത്തിയാക്കിയ തൊഴിലാളിക്ക് വർഷത്തിൽ 12 ദിവസം ശമ്പളത്തോടുകൂടിയ അവധി, 12 ദിവസത്തെ മെഡിക്കൽ ലീവിന് അർഹത, ശമ്പളത്തോടുകൂടിയ 12 ആഴ്ചത്തെ പ്രസവാവധി.
നിയമം വ്യവസ്ഥ ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ കോരിത്തരിപ്പുണ്ടാകുമെങ്കിലും ഇതിലേതെങ്കിലും ഒന്ന് അസംഘടിത മേഖലയിൽ നടപ്പിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തറപ്പിച്ചു പറയാനാകും. ഈ രംഗത്ത് നിയമവും ലേബർ ഓഫീസറുമൊക്കെ മുതലാളിക്കൊപ്പം കൈകോർക്കുന്നുവെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഇവിടുത്തെ ജില്ലാ ലേബർ ഓഫീസർ പറയുന്നു ഇരിക്കുക എന്ന സാധനം നിയമത്തിലില്ല. ഇരിക്കണ്ട എന്ന് പറയുന്ന സാധനം നിയമത്തിലുണ്ടോ? അങ്ങനെ ഇവർ ഇരിക്കുക എന്ന സാധനം നിയമത്തിലില്ലെങ്കിൽ ഇരിക്കണ്ട എന്ന് പറയുന്ന സാധനം നിയമത്തിലില്ല. കേരളത്തിലെ ചില സ്ഥാപനങ്ങൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുവരെ ഈ രംഗത്തേക്ക് തൊഴിലാളികളെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. താമസവും ഭക്ഷണവും സൗജന്യമെന്ന വലിയ വാഗ്ദാനം വിശ്വസിച്ചാണ് തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും ഒക്കെ പിന്നോക്ക ജില്ലകളിൽ നിന്നുള്ള പെൺകുട്ടികൾ കേരളത്തിലെത്തുന്നത്. നാട്ടിലെ തൊഴിലാളികളെ അപേക്ഷിച്ച് ഇവർക്ക് കൂലി കുറവായിരിക്കും. എത്ര നേരം വേണമെങ്കിലും ജോലി ചെയ്യിക്കാം. ജോലി സമയം പാഴാക്കി കളയില്ലെന്ന വിശ്വാസവുമുണ്ട്. സ്പെഷ്യൽ കറസ്പോണ്ടന്റിൽ ഒരിടവേള കൂടി. ടെക്സ്റ്റൈൽസ് മേഖലയിലെ തൊഴിലാളി ചൂഷണത്തെക്കുറിച്ച് സംസ്ഥാന യൂത്ത് കമ്മീഷൻ പഠനം നടത്തുകയും സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അത്യധികം മനുഷ്യത്വരഹിതമായ രീതിയിലാണ് ഈ രംഗത്തെ തൊഴിൽ ചൂഷണമെന്ന് യൂത്ത് കമ്മീഷനെ ബോധ്യപ്പെട്ടു. ടെക്സ്റ്റൈൽസ് തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനെത്തിയ യുവജന കമ്മീഷൻ അംഗങ്ങൾ കണ്ട കാഴ്ചകൾ ദുരന്തമയമായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ഒരേ നിൽപ്പിനൊടുവിൽ ഇരിക്കാനൊരു സ്റ്റൂൾ എന്നത് അക്ഷരാർത്ഥത്തിൽ തൊഴിലാളികൾക്ക് ഒരിക്കലും നടക്കാത്ത സ്വപ്നമായിരുന്നു. ഉയർന്നുകേട്ട പരാതിയേക്കാൾ ഭീകരമായിരുന്നു നേരിൽ കണ്ട കാഴ്ചകളെന്ന് യുവജന കമ്മീഷൻ അംഗം അഷ്റഫ് അലി പറയുന്നു. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളിലെ ജോലി മൂലം മാനുഷികമായി അവർക്ക് ലഭിക്കേണ്ട അവരുടെ ഒരു തരത്തിലുള്ള അവകാശങ്ങളും ഇത്തരം സ്ഥാപനങ്ങളിൽ അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യമായി കണ്ടെത്തിയത്. പ്രധാനമായും ഈ സ്ഥാപനങ്ങളിൽ 12 മണിക്കൂർ വരെ ജോലി ചെയ്യുന്ന ജീവനക്കാരെ ഞങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് കൃത്യമായ നിയമലംഘനമാണ്. അതുപോലെ തന്നെ ഈ ജീവനക്കാർക്കൊന്നും തന്നെ ഈ 12 മണിക്കൂറിൽ അവരുടെ ജോലി സമയത്ത് ഈ ഷോപ്പുകളിൽ ആളുകളില്ലാത്ത സമയത്തോ മറ്റോ ഒന്ന് ഇരിക്കാൻ പോലും സൗകര്യമില്ലാത്ത രൂപത്തിൽ, അവകാശമില്ലാത്ത രൂപത്തിൽ അവരോട് വളരെ കർക്കശ രൂപത്തിൽ പെരുമാറുന്ന മാനേജ്മെൻറ്റിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സേവനവേതന വ്യവസ്ഥകൾ ലജ്ജിപ്പിക്കുന്നതെന്നും കമ്മീഷൻ കണ്ടെത്തി. ഈ അവസ്ഥയ്ക്ക് കോഴിക്കോടെന്നോ തിരുവനന്തപുരമെന്നോ എറണാകുളമെന്നോ വ്യത്യാസമില്ലെന്നും കമ്മീഷൻ തിരിച്ചറിഞ്ഞു. 1 വർഷം വരെ ജോലി ചെയ്തിട്ടുള്ള ആളുകളെ യാതൊരു തരത്തിലുള്ള അവരെ അവിടെ സ്ഥിരമാക്കുന്നതിനുള്ള നടപടികളോ, ഇനി അതല്ല 5 വർഷം വരെ ജോലി ചെയ്തിട്ടുള്ള ആളുകൾക്ക് യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ നാളെ നിന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ സ്വയം പിരിഞ്ഞു പോകേണ്ട അവസ്ഥയാണ്. ജോലിക്ക് സുരക്ഷിതത്വമില്ല, യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളുമില്ല, ഒരു എതിർ ശബ്ദം പോലും പറയാൻ കഴിയാത്ത രൂപത്തിൽ അടിമകളെപ്പോലെ ജോലി ചെയ്യുന്ന നിരവധിയായ സ്ഥാപനങ്ങളെയാണ് യൂത്ത് കമ്മീഷൻ കണ്ടിട്ടുള്ളത്. ഇതിൽ തന്നെ ജീവനക്കാർക്ക് സ്വാഭാവികമായി നൽകേണ്ട ക്ഷേമനിധി, യാതൊരു തരത്തിലുള്ള ക്ഷേമനിധി നടപ്പിലാക്കുന്നില്ല. പ്രൊവിഡൻറ്റ് ഫണ്ട് തുടങ്ങിയിട്ടുള്ള ഒരു ആനുകൂല്യങ്ങളുമില്ല. സ്ത്രീ തൊഴിലാളികൾക്കാണെങ്കിൽ അവരുടെ പ്രസവ അവധിയോ അതുപോലെ തന്നെയുള്ള മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും തന്നെയില്ല. യുവജന കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലെ പ്രധാന ശുപാർശകൾ ഇവയൊക്കെയായിരുന്നു. കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഭേദഗതി ചെയ്യുക, അസംഘടിത മേഖലകളിൽ തൊഴിലെടുക്കുന്നവർക്ക് നിയമമനുസരിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന കാര്യം ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പുവരുത്തുക, നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ചുമത്തുന്ന പിഴ 250 രൂപയിൽ നിന്നും 10,000 രൂപയാക്കി ഉയർത്തുക. പ്രധാനമായും കമ്മീഷൻ നൽകിയിട്ടുള്ള ശുപാർശ എന്ന് പറയുന്നത് 1960 ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ ആക്റ്റിൽ കാര്യമായ ഭേദഗതി വേണമെന്നുള്ളതാണ്. 500 രൂപ എന്ന് തുടങ്ങുന്ന ഏറ്റവും വലിയ ഒരു പിഴ സംഖ്യയുണ്ട്. അത് 10,000 രൂപയിൽ നിന്നും തുടങ്ങുന്ന രൂപത്തിലേക്കുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. പിഴയിൽ കാലോചിതമായ വലിയ വർധനവുണ്ടായാൽ മാത്രമേ ഇത്തരം തൊഴിൽ ലംഘനങ്ങൾ നടത്തുന്നതിൽ നിന്ന്, തൊഴിലാളികളോട് ഇത്തരം ക്രൂരമായി പെരുമാറുന്ന രീതിയിൽ നിന്ന് തൊഴിലുടമകൾക്ക് മാറി ചിന്തിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനിടയാവുള്ളൂ. പ്രശ്നങ്ങൾ ഇത്രത്തോളം സങ്കീർണവും മനുഷ്യത്വരഹിതവുമായിരുന്നിട്ടും നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യധാര തൊഴിലാളി പ്രസ്ഥാനങ്ങളൊന്നും ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പരമ്പരാഗത തൊഴിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയല്ലാതെ
മാറുന്ന ലോകത്തെ തൊഴിൽ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ ഇവർക്ക് മടിയാണ്. സംസ്ഥാനത്ത് നിലവിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തൊഴിലാളി യൂണിയനുകളുണ്ട്. അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി ഒറ്റയ്ക്കും സംഘടിച്ചുമൊക്കെ ഇവർ സമരമുഖത്ത് എത്താറുമുണ്ട്. പരമ്പരാഗത തൊഴിൽ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതൊഴിച്ചാൽ മാറുന്ന ലോകത്തെ തൊഴിൽ പ്രശ്നങ്ങൾ ഇവരുടെ അജണ്ടയിൽ ഇല്ലെന്നു തന്നെ പറയാം. അസംഘടിത മേഖലയിലെ ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കു നേരെ ഇവർ കണ്ണടയ്ക്കുന്നത് എന്തുകൊണ്ടാവാം? പറയും അഭിപ്രായം നല്ല സമരാട്ടങ്ങൾ. സമരം നിങ്ങൾ ഈ തൊഴിലാളികൾക്കിടയിൽ ചെയ്യുന്ന ഈ സമരം നല്ല സമരാട്ടോ എന്നൊരു അഭിപ്രായം പറയും. സംസ്ഥാന യുവജന കമ്മീഷൻ തിരുവനന്തപുരത്ത് നടത്തിയ സിറ്റിംഗിലേക്ക് എല്ലാ തൊഴിലാളി യൂണിയൻ പ്രതിനിധികളെയും ക്ഷണിച്ചെങ്കിലും ഒരു യൂണിയന്റെ മാത്രം പ്രതിനിധിയായിരുന്നു എത്തിയതെന്ന് യുവജന കമ്മീഷൻ സാക്ഷ്യപ്പെടുത്തുന്നു. ട്രേഡ് യൂണിയനുകൾ യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളിലൊന്നും തന്നെ ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ കാണാനിടയായത്. കോഴിക്കോടും തിരുവനന്തപുരത്തും സിറ്റിംഗ് നടക്കുന്ന സമയത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളെയൊക്കെ തന്നെയും വിവരം അറിയിച്ചിട്ടും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു തൊഴിലാളി സംഘടന മാത്രമാണ് ഞങ്ങൾക്ക് മുമ്പാകെ കോഴിക്കോട് ഹാജരായി അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും ഗൗരവമായി സംസാരിക്കാൻ ഇടയായിട്ടുള്ളത്. പ്രത്യേകിച്ചും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളി പ്രശ്നം, അതുപോലെ തന്നെ മറ്റുള്ള ചുമട്ട് തൊഴിലാളി പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പരമ്പരാഗതമായി കേരളത്തിൽ അറിയപ്പെടുന്ന തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളുമായി കെട്ടുപിണഞ്ഞു കിടക്കുകയാണ് കേരളത്തിലെ തൊഴിലാളി സംഘടനകൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആരും തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ഇനി അതൊന്നും ഒരു പ്രശ്നമല്ല. ഇരിക്കാനുള്ള അവകാശം ഈ രംഗത്തെ ഓരോ തൊഴിലാളിക്കും ഉറപ്പുവരുത്തും വരെ സമരസപ്പെടില്ലെന്ന നിലപാടിലാണ് ടെക്സ്റ്റൈൽസ് തൊഴിലാളികൾ. എല്ലാ ഷോപ്പുകളിലുള്ള തൊഴിലാളികളും ഞങ്ങൾ യൂണിയനിലുണ്ട്. ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് സമരം തുടങ്ങാൻ വേണ്ടി പോയി തന്നെയാണ്. ഞങ്ങൾ ഒരാഴ്ച സമയം കൊടുത്തിട്ടുണ്ട്. ഇരിക്കാൻ അനുവാദം കൊടുത്തോളണം, മണിക്കൂറുകൾ നിജപ്പെടുത്തിക്കൊള്ളണം, പിന്നെ ശമ്പളം മിനിമം വേതനം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കോഴിക്കോട് നഗരത്തിലെ സ്ഥാപനത്തിൽ ഞങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഉറച്ച നിലപാടുമായി മുന്നോട്ടു പോകുമ്പോൾ സമരത്തിനു നേരെയുള്ള ഇത്തരം ആക്രോശങ്ങൾ ഇവർ കാര്യമാക്കുന്നില്ല. രണ്ടാം ഘട്ടമല്ല, അവസാന ഘട്ട സമരത്തിന് ഇറങ്ങിക്കോട്ടെ. നേതാവ് ചമയാനുള്ള ചിലവരുടെ വ്യഗ്രതയാണ് ഈ സമരങ്ങളുടെ പിന്നിലുള്ള ചേതോവികാരം. അസംഘടിത തൊഴിലാളികളുടെ പ്രശ്നങ്ങളും അവകാശ സമരവുമൊക്കെ അധികാരിവർഗത്തിന്റെ ഭദ്രകർണങ്ങളിൽ പതിഞ്ഞെന്നു വരില്ല. ഉപഭോക്താവ് എന്ന നിലയിൽ നമുക്കെങ്കിലും ഇവരോട് സഹാനുഭൂതിയോടെ പെരുമാറി ശീലിക്കാം. വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ വസ്ത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന പ്രതിമകൾക്കും ഈ തൊഴിലാളികൾക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടുപേരും ഒരേ നിൽപ്പു നിൽക്കുന്നു മണിക്കൂറുകളോളം. പക്ഷേ പ്രതിമയെപ്പോലെയല്ല മനുഷ്യന് അവകാശങ്ങളുണ്ടെന്ന കാര്യം, ഏറ്റവും കുറഞ്ഞത് ഇരിക്കാനുള്ള അവകാശമെങ്കിലുമുണ്ടെന്ന കാര്യം മുതലാളിമാർ മറന്നുപോകരുത്. തൊഴിലുടമ തൊഴിലാളി ബന്ധം ഊഷ്മളമാകട്ടെ. സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നന്ദി, നമസ്കാരം.